നമസ്കാരം. ബി.ജെ.പിക്കൊപ്പമുള്ള സഖ്യസാധ്യതകൾ തള്ളി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. തങ്ങളുടെ രാഷ്ട്രീയ ചിന്തകൾ വേറിട്ടതാണെന്നും ബി.ജെ.പിക്കൊപ്പം ചേരാനുള്ള പദ്ധതികൾ ഇല്ലെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. ജമ്മു കാശ്മീർ നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റ് സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിയുമായുള്ള സഖ്യത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതിനുള്ള സാധ്യതകളുമില്ല. ജമ്മു കാശ്മീരിന്റെ ചിന്തകൾ തികച്ചും വേറിട്ടതാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച നടത്തും, ഒമർ അബ്ദുള്ള പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാന ക്ഷേമ സംരംഭങ്ങൾക്കും പിന്നിലെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. വിഭജിക്കപ്പെടാത്ത ഇന്ത്യയിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത്. ഓക്സ്ഫോർഡിലും കോംബ്രിഡ്ജിലും പഠിച്ചു. ഒരു ഓഫീസറായി തുടങ്ങിയ ശേഷം ധനമന്ത്രിയായി, പിന്നീട് പ്രധാനമന്ത്രിയായി. അദ്ദേഹം ധനമന്ത്രിയായപ്പോൾ നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. ലൈസൻസ് രാജ് നിർത്തലാക്കിയതോടെ സ്വകാര്യ മേഖല വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്ദിര ആവാസ് യോജന, MGNREGA തുടങ്ങിയ മുൻകൈകൾ അദ്ദേഹം സ്വീകരിച്ചു, ഒമർ അബ്ദുള്ള പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികളെ കുറിച്ച് ഒമർ സംസാരിച്ചു. തൊഴിൽ മേഖലകൾ വികസിപ്പിക്കുകയും കാശ്മീരി പണ്ഡിറ്റുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവർ കാശ്മീരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ജമ്മു ശ്രീനഗർ ദേശീയപാത ആരംഭിച്ചതും ബംഗാളിലേക്കുള്ള ട്രെയിൻ നിർമ്മാണം തുടങ്ങിവെച്ചതും അദ്ദേഹമാണ്. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ പർവേസ് മുഷറഫ്, മൻമോഹൻ സിംഗും ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.